കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന് അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, അതിനുള്ള മര്യാദയാണ്, ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ. ശരിക്കും തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറുമ്പോൾ മാധ്യമങ്ങളടക്കം പല വാർത്തകൾ പുറത്തേക്ക് വിട്ടിരുന്നു. ഒരു വലിയ കേന്ദ്ര മന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, ഇതൊക്കെ കിട്ടും. പിന്നീട് സഹമന്ത്രി സ്ഥാനം കിട്ടുമ്പോൾ അത് വെച്ച് ട്രോളിയവരുമുണ്ട്. എന്നാൽ സുരേഷ് ഗോപി എന്ന ആൾക്ക്, രാഷ്ട്രീയ നേതാവിന്, അതിനൊപ്പം തന്നെ BJP നേതൃത്വത്തിന് കൃത്യമായി അറിയാം കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കേണ്ടതെന്ന്, കേരളത്തിൽ എങ്ങനെയാണ് BJPയുടെ വേര് കൃത്യമായി ഊന്നേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ഇന്ന് ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണക്കൊന്തയിട്ട് അവിടെ നിന്ന് പാട്ടുപാടിയതുകൊണ്ടോ, അല്ലെങ്കിൽ EK നയനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കണ്ട് അമ്മയെന്ന് സ്നേഹത്തോടെ വിളിച്ച് മധുരം നൽകിയതുകൊണ്ടോ, K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മുരളി ഭവനത്തിൽ ഒരു സന്ദർശനമൊക്കെ നടത്തുന്നതുകൊണ്ട് എന്താണ് കേരള രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാകാൻ പോകുന്നത്? രാഷ്ട്രീയക്കാർക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. സുരേഷ് ഗോപിക്കും BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ അജണ്ട കേരളത്തിലുണ്ട്. അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത 3 വർഷം കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു നിയമസഭാ പോരാട്ടം നമ്മുടെ മുൻപിലേക്ക് എത്താൻ പോകുന്നു. അടുത്തതായി ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതൊക്കെ BJP എങ്ങനെയാണ് നേട്ടമുണ്ടാക്കാൻ പോകുന്നത്? അവിടേക്ക് BJPയുടെ വിരൽ ചൂണ്ടലുകൾ എന്താണ്? അതിന് സുരേഷ് ഗോപി എത്ര ശതമാനം ഉതകും എന്നതിൻ്റെ വ്യക്തമായ പദ്ധതികളാണ് സുരേഷ് ഗോപിയുടെ ഓരോ യാത്രകളും ഓരോ സംസാരങ്ങളുമൊക്കെ. K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മുരളി മന്ദിരത്തിൽ നിന്ന് സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ K കരുണാകരന്റെ മാനസപുത്രനായിരുന്നു. ഞാൻ രാഷ്ട്രീയം പഠിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ ഗുരു കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനായ K കരുണാകരനായിരുന്നു. ഒരു പക്ഷേ പത്മജയ്ക്കും മുരളീധരനും കിട്ടാത്ത അത്രയും രാഷ്ട്രീയ അറിവുകൾ K കരുണാകരന്റെ കയ്യിൽ നിന്ന് സുരേഷ് ഗോപി എന്ന ആൾ നേടിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ യാത്ര കേരള രാഷ്ട്രീയത്തിൽ ഇടതിൻ്റെയും വലതിൻ്റെയും നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് തുടങ്ങുന്നത്. ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണ കൊന്തയിട്ടതുകൊണ്ട് അവിടെ സുരേഷ് ഗോപി ഹീറോയാവുന്നതോ അല്ലെ സുരേഷ് ഗോപി വലിയൊരു വോട്ട് ബാങ്ക് നേടിയെടുക്കുന്നതോ ഒന്നുമില്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് EK നയനാരുടെ വീട്ടിലേക്ക് എത്തി ശാരദ ടീച്ചറെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ അല്ലെങ്കിൽ EK നയനാരുടെ ഒരു ജന്മദിനമോ ഓർമ്മ ദിവസമോ ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നവർ പോലും മറന്നുപോയ ഒരു കാര്യമാണ് ശാരദ ടീച്ചർ. അവിടെ എത്തി സുരേഷ് ഗോപി തൻ്റെ വിജയത്തിൻ്റെ ആദ്യ മധുരം ശാരദ ടീച്ചർക്ക് നൽകി. നല്ലൊരു ശതമാനം ഇടതുപക്ഷ അനുഭാവികളെയും ആ ഒരു കാര്യം, ആ ഒരു വികാരം വളരെയധികം അലയടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇടതുപക്ഷ ആശയങ്ങളോട് എന്നും ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക്, സാധാരണക്കാർക്ക് എന്നും മുൻപിലുള്ള കുറച്ച് മുഖങ്ങളിലൊന്നാണ് EK നയനാർ, EMS നമ്പൂതിരിപ്പാട്, VS അച്യുതാനന്ദൻ. ഇവരുടെ അടുക്കലേക്ക് തൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് എന്ന് പറഞ്ഞ് അവരുടെ ഓർമ്മകൾ പുതുക്കാനായി സുരേഷ് ഗോപി നടന്നെടുക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം, തൻ്റെ ആശയങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഗുരുനാഥന്മാരുടെ അടുക്കലേക്ക് എത്താതെ ഇവരുടെയൊക്കെ അടുക്കലേക്ക് എത്തുമ്പോൾ, പിന്നീട് ഇന്ന് K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ അവിടെ വലിയ രസകരമായ ഒരു കാര്യമുണ്ടായിരുന്നു. മുരളീധരൻ ഏറ്റവും അധികം വെല്ലുവിളിച്ച് തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിയോ BJP പ്രവർത്തകരോ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തില്ല, മുരളി ഭവനത്തിലെത്തില്ല. പത്മജ എത്ര വീമ്പ് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അതിന് ഞാൻ അനുവദിക്കില്ല, എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ മുരളീധരനെ ഇന്ന് കാണുന്നില്ല. അതിനിടയിൽ അടുത്ത അടി കേരളത്തിലേക്ക് കൊണ്ടുവരാനായി സുരേഷ് ഗോപി പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു. എയിംസ് കേരളത്തിലേക്ക് എത്തുമെന്ന് സുരേഷ് ഗോപി തൻ്റെ രാഷ്ട്രീയ യാത്ര തുടങ്ങിയ കാലം മുതൽ പറയുന്നു. അതിനൊപ്പം തന്നെ ആലുവയിൽ നിന്നും മെട്രോ തൃശ്ശൂർ വരെ എത്തും. പിന്നീട് അദ്ദേഹം അടുത്ത അടി കൂടി ഇടതുപക്ഷ സർക്കാരിൻ്റെ കൊടുത്തു. കേരളയിൽ ആവശ്യമേ ഇല്ല കേരളത്തിൽ. കാരണം എത്രയൊക്കെ ഫൈറ്റ് ഉണ്ടായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായാലും ഈ കേരളയിലുമായൊക്കെ ബന്ധപ്പെടുത്തി വീണ്ടും ഒന്ന് കേന്ദ്ര സർക്കാരിനെ കണ്ട് ചെറിയ പ്രശ്നമൊക്കെ നടത്തി എങ്ങനെയെങ്കിലും കേരളയിലെ ഒരു ആരംഭ പദ്ധതിയെങ്കിലും നടത്തിവെക്കാമെന്ന് ഇടതുപക്ഷ സർക്കാരിന് ഒരു കണക്കുകൂട്ടലുണ്ടായി. കാരണം തകർന്നടിഞ്ഞു പോയ ഇമേജ് വീണ്ടെടുക്കാൻ, വീണ്ടും എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ ചെയ്യാൻ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണം, ഫണ്ട് വേണം. അതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഇന്ന് സുരേഷ് ഗോപി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. കേരളത്തിൻ്റെ ആവശ്യമുണ്ടോ ഇവിടെ വീണ്ടും മെട്രോ ഓരോ നഗരങ്ങളിലേക്ക് വർദ്ധിപ്പിക്കുന്നു. അതിനാലും വന്ദേ ഭാരതിൽ തന്നെ ഈ മെട്രോയുടെ സിസ്റ്റത്തിൽ നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് 1-2 നഗരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ കൂടുതലായി കൊണ്ടുവരാൻ കഴിയും. കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതൊക്കെ ഉള്ളപ്പോൾ കേരളത്തിൻ്റെ ആവശ്യകതയെ ഇല്ല എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ മാതാവ് എന്നാണ് ഇന്ദിരാഗാന്ധിയെ സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത്.
ആ ഭാരതത്തിന്റെ മാതാവുമായി കരുണാകരന് ഏറ്റവും അധികം ബന്ധമുള്ളതുകൊണ്ടും അത്രയും അധികം അടുപ്പമുള്ളതുകൊണ്ടും കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ തന്നെ ഒരു എയർപോർട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വികസനം കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ കെ കരുണാകരനാണ് എന്ന് അദ്ദേഹം പറയുന്നു. അടുത്തതായി എന്തെങ്കിലും കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഓ രാജഗോപാലുമാണ്. അത് കേന്ദ്രവുമായുള്ള അത്രയും ബന്ധമുള്ളതുകൊണ്ടാണ്. മറ്റാർക്കും അത് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് നരേന്ദ്രമോദിയുമായും BJP സർക്കാരുമായും അത്രയധികം ബന്ധമുണ്ട്. കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ കഴിയും, കേരളത്തിലെ മുഖച്ഛായ മാറ്റാൻ കഴിയുമെന്നുകൂടി അദ്ദേഹം ആ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ ഓരോ ചവിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇടതിൻ്റെയും വലതിൻ്റെയും നെഞ്ചിൽ കൂടി ചവിട്ടി കേരള രാഷ്ട്രീയത്തിൽ നിയമസഭയിൽ അടുത്ത ചലനമുണ്ടാക്കാൻ, അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ചലനമുണ്ടാക്കാൻ, ഒരുപക്ഷെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് ഒതുങ്ങി നിൽക്കാനല്ല BJP അടുത്ത കൂടെ നോക്കുന്നത്. മുഖ്യ പ്രതിപക്ഷമെങ്കിലുമാകാൻ BJPക്ക് സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അതിലൊരു പ്രതിഫലനം BJPയിൽ ഉടനീളം കാണപ്പെടുമ്പോൾ അതിന് മറ്റൊരു പ്രതിഫലനം ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഇപ്പോൾ തമ്മിലടികൾ തുടങ്ങിയിരിക്കുന്നു, പിണക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും.